ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നില്ല, സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇടാണ്ടിരുന്നത്. നമുക്ക് ബയോളജിയിലെ രണ്ടാമത്തെ പാഠമായ അറിവിൻ്റെ വാതായനങ്ങളിലെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. പ്രകാശഗ്രാഹി കോശങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. സവിശേഷത: റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ. അങ്ങനെയാണ് നമ്മൾ പട്ടിക പൂർത്തിയാക്കേണ്ടത്. ആകൃതി: റോഡ് കോശങ്ങളുടെ ആകൃതി റോഡ് അഥവാ ദണ്ഡാകൃതിയാണ്. കോൺ കോശങ്ങളുടേത് കോൺ ആകൃതിയുമാണ്. അതുപോലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയ വർണ്ണകം റോഡോപ്സിനും കോൺ കോശങ്ങളിൽ അടങ്ങിയ വർണ്ണകം ഫോട്ടോപ്സിനുമാണ്. റോഡ് കോശങ്ങളുടെ ധർമ്മം വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. കോൺ കോശങ്ങളുടെ ധർമ്മം വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. നമ്പർ 22. ചിത്രം പകർത്തി വരച്ച് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. എ. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം. എ. റെറ്റിനയാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം. ബി. ഐറിസിന്റെ മധ്യഭാഗത്തുള്ള ഈ സുഷിരം. ഈ ഭാഗത്തുള്ള സുഷിരത്തിനാണ് പ്യൂപ്പിൾ എന്ന് പറയുക. സി. പ്രകാശരശ്മികളെ റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ലെൻസ്. ഇതാണ് ലെൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 23. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. തന്നിരിക്കുന്നത് ഏത് കോശമാണെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ആൻസർ എ. റോഡ് കോശം. ബി. ഈ കോശത്തിന്റെ വർണ്ണകത്തിന് ആവശ്യമായ വൈറ്റമിൻ എ. ആൻസർ വൈറ്റമിൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 24. പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ലെൻസ് അതാര്യമാക്കൽ തിമിരം എന്നവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറോഫ്താൽമിയയാണ് അതുപോലെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സീറോഫ്താൽമിയ കോർണിയ അതാര്യമാക്കുന്നു അല്ലെങ്കിൽ കോർണിയ വരളുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25. തന്നിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വിവിധ ജീവികളിലെ ഗ്രാഹികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ. ഈച്ചയിലെ പ്രകാശഗ്രാഹി എന്നത് ഒമാറ്റീഡിയം ആണ്. ബി. പൂട്ടി എന്നത് പ്ലനേറിയയിലെയും പാമ്പിലെ ഗ്രന്ഥഗ്രാഹി ജേക്കബ്സൺസ് ഓർഗനുമാണ്. അതുപോലെ സ്രാവിൻ്റെ തുലനഗ്രാഹി എന്നത് പാർശ്വവരയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. രുചി അറിയുന്ന വിധം ക്രമപ്പെടുത്തി എഴുതുന്നതിൽ വന്ന തെറ്റുകൾ തിരുത്തി എഴുതുക. 1. ആഹാരപദാർത്ഥങ്ങൾ ഉമിനീരിൽ കലരുന്നു. 2. ആവേഗങ്ങൾ സെറിബ്രത്തിലെത്തുന്നു. 3. രുചി അനുഭവപ്പെടുന്നു. 4. ആവേഗങ്ങൾ ഉണ്ടാകുന്നു. 5. രാസഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ആൻസർ എന്നത് 1. ആഹാരപദാർത്ഥങ്ങൾ ഉമിനീരിൽ കലരുന്നു. 2. രാസഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. 3. ആവേഗങ്ങൾ ഉണ്ടാകുന്നു. 4. ആവേഗങ്ങൾ സെറിബ്രത്തിലെത്തുന്നു. 5. രുചി അനുഭവപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 27. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ടിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്തി ക്രമമായി എഴുതുക. 1. ആവേഗം ഉണ്ടാകുന്നു. 2. തുലനനില പാലിക്കപ്പെടുന്നു. 3. വെസ്റ്റിബ്യുലർ അപ്പാരറ്റസിന്റെ ദ്രാവകത്തിന്റെ ചലനം. 4. ആവേഗങ്ങൾ വെസ്റ്റിബ്യുലർ നാഡി വഴി സെറിബെല്ലത്തിലെത്തുന്നു. 5. ശരീരചലനങ്ങൾ. 6. രോമകോശങ്ങളുടെ ചലനം. ഇതിൻ്റെ ആൻസർ എന്നത് 1. ശരീരചലനങ്ങൾ. 2. വെസ്റ്റിബ്യുലർ അപ്പാരറ്റസിന്റെ ദ്രാവകത്തിന്റെ ചലനം. 3. രോമകോശങ്ങളുടെ ചലനം. 4. ആവേഗം ഉണ്ടാകുന്നു. 5. ആവേഗങ്ങൾ വെസ്റ്റിബുലർ നാഡി വഴി സെറിബെല്ലത്തിലെത്തുന്നു. 6. തുലനനില പാലിക്കപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 28. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഇതിൽ തുലനനില പാലിക്കുന്ന ഭാഗങ്ങൾ ഏവ? ഇവ പൊതുവായി പറയുന്ന പേരെന്ത്? ആൻസർ എ. വെസ്റ്റിബ്യൂൾ. അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബുലാർ നാഡി. ഇനി അതിൽ തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇവയെ പൊതുവായി പറയുന്ന പേരെന്ത്? പൊതുവായി പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ബി. സി. ആവേഗങ്ങളെ വഹിക്കുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തേക്കാണ്? ബി. സെറിബെല്ലം. ക്വസ്റ്റ്യൻ നമ്പർ 29. രുചി, ഗന്ധം എന്നിവ തിരിച്ചറിയുന്ന പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 29 നമ്മളിതിൻ്റെ മുന്നേ ഇപ്പോൾ പഠിച്ചു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30ലേക്ക് കടക്കാം. കണ്ണിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. ഭാഗം. സിലിയറി പേശികൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സങ്കോചിക്കുകയും അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അതുപോലെ സ്നായുക്കൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അയയുകയും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ വലിയുകയും ചെയ്യുന്നു. ലെൻസിന്റെ വക്രത അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൂടുകയും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നു. അതുപോലെ ഫോക്കൽ ദൂരം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കുറയുകയും അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കൂടുകയും ചെയ്യുന്നു.
ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിൻ്റെ ഭാഗത്തെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.